ബാംഗ്ലൂരിലെ നഗരമണ്ഡലങ്ങൾ അടക്കമുള്ള കർണാടകയിലെ മേഖലകൾ മുഴുവൻ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഈ രണ്ടാം ഘട്ടത്തിൽ ഏറെ പ്രാധാന്യമുള്ളത് ബാംഗ്ലൂർ സെൻട്രലും ബാംഗ്ലൂർ അർബനും ബാംഗ്ലൂർ സൗത്തും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ തന്നെയാണ്. കൃത്യമായി പറഞ്ഞാൽ അവിടെ BJPക്ക് ചുക്കാൻ പിടിക്കാൻ വന്നിരിക്കുന്നത് മുൻ IPS ഉദ്യോഗസ്ഥനായ അന്നാമലയാണ്. അന്നാമലെ കോയമ്പത്തൂരിൽ മത്സരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ 39 ലോക്സഭാ സീറ്റുകളുള്ള തമിഴ്നാട് മുഴുവൻ സ്ഥലത്തെയും വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതോടുകൂടി അന്നാമലെ ഇപ്പോൾ ഫ്രീ ആയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇനി എവിടെ വേണമെങ്കിലും പ്രചരണത്തിന് പോകാം എന്ന രീതിയിലാണ്. BJP ഇപ്പൊ തന്നെ ജയിച്ചു കളയും എന്ന രീതിയിലൊക്കെയാണ് വലിയ രീതിയിലുള്ള വാഗ്വാദം അവിടെ പ്രഖ്യാപിക്കുന്നത്. 62% വോട്ടുകളാണല്ലോ കഴിഞ്ഞ തവണ ബാംഗ്ലൂർ സൗത്തിലെ MP ആയിട്ടുള്ള തേജസ്വി സൂര്യക്ക് കിട്ടിയത്. ഇത്തവണ അത് വർദ്ധിക്കുകയല്ലേ ഉള്ളൂ എന്നൊക്കെ മാധ്യമങ്ങളോട് അന്നാമലെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇക്കുറി കളി മാറിയിരിക്കുകയാണ്. 28 ലോക്സഭാ സീറ്റിൽ 20-ൽ കൂടുതൽ സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് ജയിച്ചു കയറാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. അതിൽ തന്നെ 15ഓളം ലോക്സഭാ സീറ്റുകളിൽ ഏകപക്ഷീയമായ ജയമായിരിക്കും കോൺഗ്രസിന് എന്ന് ഇപ്പോൾ തന്നെ വിധി എഴുതി കഴിഞ്ഞിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. JDSഉം BJPയും തമ്മിലുള്ള സഖ്യം അത് ജനങ്ങൾ കൃത്യമായി തന്നെ നേരത്തെ മനസ്സിലാക്കിയിരുന്നതാണ്. JDSന്റെ അവസരവാദ രാഷ്ട്രീയത്തിന് കൊടുത്ത മറുപടിയായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അവരുടെ ദയനീയമായ തോൽവി. ഇക്കുറിയും അതിന്റെ ഒരു തനി ആവർത്തനം ഉണ്ടാവും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ തവണത്തെ വോട്ട് ഷെയർ പോലെയും ആയിരിക്കില്ല. വോട്ട് ഷെയർ കോൺഗ്രസിന് ഇനിയും കൂടും എന്ന് തന്നെയാണ് സിദ്ധരാമയ്യ പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, കോൺഗ്രസിന്റെ മികച്ച രീതിയിലുള്ള മികവാർന്ന ഭരണം കർണാടകയുടെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നതും, അതുകൊണ്ട് തന്നെ നിയമസഭ ആനുപാതികമായി അല്ല അതിനേക്കാൾ ഉപരിയായി സീറ്റുകൾ ലോക്സഭയിലേക്ക് ലഭിക്കും എന്നുള്ള കാര്യവും സിദ്ധരാമയ്യ കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. കർണാടകയുടെ സാഹചര്യം നമ്മൾ നോക്കിയാൽ കോസ്റ്റൽ കർണാടകയിലാണ് BJPക്ക് ആകപ്പാടെ മേൽക്കൈ ഉണ്ടായിരുന്നത്. അവിടെ പോലും കഴിഞ്ഞ തവണ കോൺഗ്രസ് കൃത്യമായി വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചു എന്നുള്ളത് BJPയെ സംഘടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മൈസൂർ മാണ്ഡ്യ മേഖലയിലുള്ള JDSന്റെ വോട്ടുകൾ ഗണ്യമായി കുറഞ്ഞതും അത് കോൺഗ്രസിന്റെ കൈകളിലേക്ക് എത്തുന്നതും വലിയ രീതിയിലുള്ള നേട്ടമായി തന്നെയാണ് DK ശിവകുമാർ കണക്കാക്കുന്നത്. DKയുടെ മാസ് ക്യാമ്പയിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ തീർച്ചയായും കർണാടകയുടെ പോസിറ്റീവ് ഇഫക്റ്റ് തന്നെയാണ് കാണാൻ കഴിയുന്നത്.